ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വിമതർക്കെതിരെ നടപടികൾ കടുപ്പിച്ച സിറോ മലബാർ സഭ. ചുമതലകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വൈദികർ ഉത്തരവനുസരിച്ചില്ല എങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് സഭാ നേതൃത്വം കടക്കും. ഇന്നലെ രൂപീകരിച്ച സഭാ കോടതിയിൽ ക്രിസ്മസിന് മുൻപ് മറ്റ് വിമത വൈദികർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർക്കും മറ്റു 3 വികാരിമാർക്കുമാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒടുവിൽ ചുമതലകൾ നഷ്ടമായത്. കുർബാന തർക്കവും സഭയുമായുള്ള അതിരൂപതയിലെ വൈദികരുടെ അഭിപ്രായ ഭിന്നതയും വത്തിക്കാൻ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ഇതേ തുടർന്നാണ് സഭ നടപടികൾ കടുപ്പിക്കുന്നത്. അതിരൂപതയിൽ പുതിയ കൂരിയ നിലവിൽ വന്നതോടെയാണ് വിമതപക്ഷത്തിനെതിരെ ശക്തമായ നടപടികൾ വന്നത്. ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധങ്ങൾ വിലക്കുകയാണ് ആദ്യം ചെയ്തത്. ഇതിനായി പോലീസ് സഹായവും തേടി. പിന്നാലെയാണ് വിമത വൈദികർക്കെതിരെയും കർശന നടപടികൾ നേതൃത്വം സ്വീകരിച്ചത്. എന്നാൽ പുതിയ നടപടികൾ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് വിമതപക്ഷം. 4 പള്ളികളിൽ വികാരിമാർക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത് ചോദ്യം ചെയ്ത് വിമതർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഒഴികെ മറ്റൊരിടത്തും പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ ചാർജ് എടുക്കാൻ വിമതർ അനുവദിച്ചിട്ടില്ല. സഭാ കോടതി രൂപീകരിച്ച് ക്രിസ്മസിന് മുൻപ് തന്നെ മറ്റു വിമത വൈദികർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാനാണ് സിറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.